നമസ്കാരം. വാഴ നട്ടില്ലെങ്കിലും വാഴയിലയിൽ സദ്യ ഉണ്ണണമെന്ന മോഹം മലയാളികൾക്ക് നിർബന്ധമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പേപ്പർ വാഴയിലകൾ വന്നത്. നട്ടു നനയ്ക്കാനും ചെടി വളർത്താനും കൃഷി ചെയ്യാനും താല്പര്യമില്ലാത്ത മലയാളികൾക്ക് ആസ്വദിക്കാൻ സമയമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സ്വീകരണ മുറികളിൽ പേപ്പർ വാഴയിലകളും ചെടികളും സസ്യങ്ങളും ചൂടുപിടിച്ചെത്തിയത്. ഇതിൻ്റെ ഒരു ചൂടൻ വിപണി തന്നെയാണ് ഇന്ന് മലയാളികൾക്കിടയിൽ കണ്ടുവരുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളം കലൂർ കത്തർക്കടവ് റോഡിൽ ഫ്ലോറ ഗ്രീൻസ് എന്ന സ്ഥാപനം നടത്തുന്ന അതിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചത്. നമസ്കാരമുണ്ട്. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം? ഇത് 2004 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് മെയിൻ ഇതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. പിന്നെ ഓരോ പുതിയ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അതിനോടുള്ള താല്പര്യവും പിന്നെ അതിനോടുള്ള കൂടുതൽ താല്പര്യം കാരണം തന്നെയാണ്. ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ബിസിനസ് നമുക്ക് ഇന്ന ബിസിനസ് ചെയ്യുന്നത് ഇത് അധികമാരും കടന്നു വരാത്ത ഒരു മേഖലയാണ് ഇതല്ലേ? അത് മാത്രം തിരഞ്ഞെടുക്കാൻ വല്ല പ്രധാന കാരണം അല്ല, കൂടുതലും ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. ഒരു അറേഞ്ച്മെന്റ് മീൻസ് ഇന്റീരിയർ ഡെക്കറേറ്റർ അങ്ങനെയുള്ളൊരു ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഒരു കലയുണ്ട് മനസ്സിലല്ലേ? ഒരു നല്ലൊരു കലാകാരൻ ഹസ്ബൻഡ് ഒരു കലാകാരന് മാത്രം ഇത്ര അടുക്കും ചിട്ടയായിട്ടും കൂടുതൽ കാര്യങ്ങളും ഹസ്ബൻഡാണ് ചെയ്തു തരുന്നത്, ഹെൽപ്പ് ചെയ്യാം മാക്സിമം. പിന്നെ ഇങ്ങനെയുള്ള ഇതിനൊക്കെ കൂടുതൽ നമുക്ക് റോ മെറ്റീരിയൽസ് ആണ് കൂടുതലും അല്ലേ? സംസ്കൃത വസ്തുക്കളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ചെലവും കുറച്ചൊക്കെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കുറവാണെന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതനുസരിച്ചുള്ള കോസ്റ്റിലുള്ള സാധനങ്ങളും ഉണ്ട്. നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉപഭോക്താക്കളെ കണ്ടെത്തണം. ഉപഭോക്താക്കളെ നമ്മുടെ പ്രധാന ദാതാക്കൾ അല്ലേ? അപ്പൊ എങ്ങനെയാണ് കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത്? അത് കൂടുതലും ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ് ആണ്. പിന്നെ അതിൽ ആർക്കിടെക്ടേഴ്സ് വരും, പിന്നെ ബിൽഡേഴ്സ്. ഇവരുടെയൊക്കെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ അവർ തരുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ അതിന് ഡയറക്റ്റ് വരുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ എവിടെയൊക്കെയാണ് ചിലവാകുന്നത്? ഇപ്പോൾ ബാങ്കിലുണ്ട്, വീടുകളിലുണ്ട് അല്ലേ? ഏതാണ് ഡയറക്റ്റ് വരുന്നത്? വീടുകളിലേക്കായിരിക്കും. പിന്നെ ബൾക്കായിട്ട് പോകുന്നത് കൂടുതലും പോകുന്നത് ഹോട്ടലും പിന്നെ ബാങ്കുകൾ അങ്ങനെ നല്ല കാര്യമാണ്. ആർക്കിടെക്ചറിന്റെ ഐഡിയ പോലെയാണോ ഇതൊക്കെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടുകാരുടെ ആവശ്യം അനുസരിച്ച്? അല്ല, അവർ പറയും, നമ്മളുടെ അടുത്ത് പറയും ഇത് എങ്ങനെ എവിടെയാ സ്യൂട്ട് ആവണം എന്നുള്ള ചോദിക്കും നമ്മളുടെ അടുത്ത്. കൂടുതലും നമ്മൾ പറയുന്ന പോലെയാണ് അവർ ചെയ്യുന്നത്.